എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും എല്ലാ നല്ല കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ റിസൾട്ടും മാർക്കറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എലക്ഷന് ശേഷം അല്ലെങ്കിൽ എലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിപണികളിൽ വലിയ റാലി ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. വിപണിയിൽ പങ്കെടുക്കുന്നവരെ ക്ഷീണിപ്പിക്കും വിധമുള്ള ഉയർച്ചയായിരിക്കും ജൂണിൽ ഉണ്ടാവാൻ പോകുന്നതെന്നും നരേന്ദ്രമോദി പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ റാലിക്ക് കാരണമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. വിപണിയിലെ പാർട്ടിസിപ്പൻസിനെ ക്ഷീണിപ്പിക്കും വിധമുള്ള ഉയർച്ചയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുകയെന്നും അദ്ദേഹം പറയുന്നു. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ വലിയ കുതിപ്പ് വിപണിയിൽ കാണാമെന്നും അദ്ദേഹം പറയുന്നു. NDTVക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് മോഡി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഓഹരി വിപണിയുടെ പ്രകടനത്തെപ്പറ്റി തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. വിപണി പുതിയ ഉയരങ്ങളിലെത്തുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ യാത്ര തുടങ്ങിയത് 25,000-ലാണ്, അതായത് സെൻസെക്സ് 25,000 നിലവാരത്തിൽ നിന്നുമാണ്. എന്നാൽ ഇപ്പോൾ 75,000 എന്ന നിലയിലെത്തി നിൽക്കുന്നു സെൻസെക്സ്. ഇത് ലോകമാകെ നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാധാരണക്കാരായ ആളുകൾ വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമായി മാറുന്നു. രാജ്യത്തെ പൗരന്മാരുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി വർദ്ധിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മോഡി പറഞ്ഞത്. അതുകൂടാതെ പൊതുമേഖലാ ഓഹരികളിലെ റാലിക്ക് ഉദാഹരണമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതായത് HAL ഓഹരികളിലെ റാലിയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ശക്തമായ കുതിപ്പ് നടത്തിയ HAL ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലെത്തുകയും നിക്ഷേപകർക്ക് ഭീമമായ ലാഭം നൽകുകയും ചെയ്തിരുന്നതായി പ്രധാനമന്ത്രി പറയുന്നു. ഇനി നമുക്ക് അമിത്ഷാ പറയുന്നത് എന്താണെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരികൾ ഇടിവിൽ സ്വന്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിക്ഷേപകരോട് പറയുന്നു. വോട്ടെണ്ണലോടെ വിപണികൾ കുതിച്ചുയരുമെന്നും അമിത്ഷാ പറയുന്നു. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ വിപണിയെ ബാധിക്കുന്നതായി വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ താഴ്ചകളിൽ ഓഹരികൾ വാങ്ങാൻ ആണ് പറയുന്നത്, അതായത് ബൈ ഓൺ ഡിപ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ഇടിവ് ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇടിവ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല. എന്തായാലും ഊഹാപോഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ജൂൺ 4 മുമ്പ് ഓഹരികൾ വാങ്ങിക്കാം. മാർക്കറ്റ് കുതിച്ചുയരാൻ പോകുകയാണ് എന്നാണ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഓഹരി വിപണി പുതിയ ഉയരം കുറിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എനിക്ക് ഓഹരി വിപണിയെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുക സാധ്യമല്ല. എന്നാൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഓഹരി വിപണികൾ ഉയർച്ച നേടും. ഇത്തവണ ഞങ്ങൾ 400-ലധികം സീറ്റുകൾ നേടാൻ പോവുകയാണ്. സ്ഥിരതയുള്ള മോഡി സർക്കാർ രൂപീകരിക്കപ്പെടും. ഇക്കാരണത്താൽ ഉറപ്പായും വിപണി മുകളിലേക്ക് കുതിക്കും. ഇതാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക്. എന്നാൽ ആദ്യത്തെ 3 ഘട്ട വോട്ടെടുപ്പുകളിൽ വോട്ട് ശതമാനം കുറഞ്ഞു നിൽക്കുകയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച് വിപണിയിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 3-4% കുറവാണ് വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ആശങ്കകൾ ഉള്ളതുകൊണ്ട് ഇന്ത്യ വിക്സ് വലിയ തോതിൽ ഉയരാനായിട്ട് കാരണമായിട്ടുണ്ട്.
ഇത് മുന്നോട്ടുള്ള ഒരു അസ്ഥിരതയുടെ സൂചനയായിട്ടാണ് അനലിസ്റ്റുകൾ കരുതപ്പെടുന്നത്. ഈ മാസം മാത്രം ഇന്ത്യ വിക്സ് ഏകദേശം 60% ഉയർന്നത്. അപ്പോൾ ഇലക്ഷൻ കഴിയുന്നത് വരെ ഏകദേശം അസ്ഥിരതകൾ തുടരാമെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന. അതായത് ജൂൺ 1 പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വിപണിക്ക് ആശ്വാസം നൽകണമെന്നില്ല. അതായത് ജൂൺ 4 ഏകദേശം വൈകുന്നേരത്തോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചിത്രം വ്യക്തമാകുന്നതോടെ വിപണിയുടെ ദിശ തീരുമാനിക്കപ്പെടാം. അതുവരെ വിപണി ഈ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യാനായിട്ട് ഓരോ ഇൻവെസ്റ്ററും ഓരോ ട്രേഡറും ശ്രദ്ധിക്കുക. സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസും ഇട്ടുകൊണ്ട് മാത്രം ട്രേഡിൽ എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.